നമസ്കാരം. ശാസ്ത്രവും മതവും ശത്രുക്കളല്ല, മറിച്ച് പരസ്പരം ഒന്നിച്ചു പോകുന്നവയാണ് എന്ന ആശയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ വിജ്ഞാൻ ധർമ്മ കാ വിരോധി നഹി ഹോ സക്ത എന്ന മൂല ഹിന്ദി ഗ്രന്ഥത്തിലെ ആഴത്തിലുള്ള അറിവുകളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കൊരുമിച്ച് ഈ യാത്ര തുടങ്ങാം. ഒന്നാലോചിച്ചു നോക്കൂ, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു വലിയ ചോദ്യമല്ലേ? നമുക്ക് ചുറ്റും ഒരുപാട് സൗകര്യങ്ങളുണ്ട്, മുൻപത്തേക്കാൾ എത്രയോ അധികം. എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് യഥാർത്ഥ സന്തോഷം കിട്ടാത്തത്? ഈ ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ അന്വേഷണം ആരംഭിക്കുന്നത്. അപ്പോ എന്താണ് ഇതിന്റെയൊക്കെ ഒരു മൂലകാരണം? എന്തുകൊണ്ടാണ് ഇത്രയധികം സൗകര്യങ്ങളുണ്ടായിട്ടും നമുക്ക് സമാധാനമായി ഇരിക്കാൻ പറ്റാത്തത്? നമുക്കതിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഈ പുസ്തകം മുന്നോട്ടു വയ്ക്കുന്ന പ്രധാനപ്പെട്ടൊരു കാരണം ഇതാണ്: നമ്മൾ നമ്മുടെ സഹജ സ്വാഭാവിക് അവസ്ഥയിൽ നിന്നും ഒരുപാട് ദൂരെ പോയി. എന്താണ് ഈ സഹജ സ്വാഭാവിക്? അതായത്, നമ്മുടെയെല്ലാം വളരെ ലളിതവും സ്വാഭാവികവുമായ ഒരു ജീവിത രീതിയുണ്ട്. ഒരു പുഴ ഒഴുകുന്ന ലാഘവത്തോടെ, ഒരു പൂവ് വിരിയുന്ന അനായാസതയോടെ ജീവിക്കേണ്ട നമ്മൾ അതിനെ വെറുതെ സങ്കീർണമാക്കി. നമ്മൾ തന്നെ നമ്മുടെ വഴിയിൽ മുള്ളുകൾ വിതറി. അപ്പോ ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായുമുണ്ട്. ആ പരിഹാരത്തിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്: ധർമ്മം. പക്ഷേ എന്താണ് ഈ ധർമ്മമെന്ന് പറഞ്ഞാൽ? നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ ധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഏതെങ്കിലും ഒരു മതത്തിന്റെ ചട്ടക്കൂടിലല്ല ഇതിനെ കാണേണ്ടത്. മറിച്ച് അത് നമ്മുടെയെല്ലാം ഉള്ളിലുള്ള ഒരു സ്വാഭാവികമായ ജീവിത രീതിയാണ്. നമ്മുടെ കർത്തവ്യങ്ങൾ ശരിയായി ചെയ്യുമ്പോൾ അത് തന്നെ നമുക്ക് സമാധാനവും പുരോഗതിയും നൽകുന്നു. അതാണ് യഥാർത്ഥ ധർമ്മം. ഈ വാക്കുകൾക്ക് എന്തുമാത്രം ആഴമുണ്ടല്ലേ? എല്ലിസിനെ പോലുള്ള ചിന്തകർ പറയുന്നതുപോലെ, നമ്മുടെ ജീവിതത്തില് ധർമ്മത്തിന്റെ ആ ഒരു സംരക്ഷണമില്ലാത്തതുകൊണ്ടാണ് മനസ്സും ശരീരവും ഒരുപോലെ തളർന്നുപോകുന്നത്. ആഹാരവും ഉറക്കവും പോലെ ധർമ്മവും ജീവിതത്തിന് അത്യാവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമായിരുന്നു. ഇനി നമുക്ക് നോക്കാം, ഈ ധർമ്മം എന്ന ആശയം ഏതെങ്കിലും ഒരു സംസ്കാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണോ എന്ന്. അല്ല, ലോകത്തിന്റെ പല ഭാഗത്തുള്ള വലിയ വലിയ ചിന്തകരും ഗ്രന്ഥങ്ങളും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ചിലത് നോക്കാം. നോക്കൂ, സെന്റ് അഗസ്റ്റിൻ എത്ര ലളിതമായാണ് ധർമ്മത്തെ നിർവചിക്കുന്നത്. നമ്മൾ പരസ്പരം ചെയ്യേണ്ട കടമകൾ, അതാണ് ധർമ്മം. വില്യം വേക്ക് ഇതിനെ കുറച്ചുകൂടി കാവ്യാത്മകമായി പറയുന്നു: നമ്മുടെ ആത്മാവിന്റെ സഹജമായ സൗന്ദര്യമാണ് ധർമ്മത്തിലൂടെ പുറത്തുവരുന്നത്. വില്യം ജെയിംസ് ഇതിനൊരു വലിയ തലം നൽകുകയാണ്. അതായത്, നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്കും അപ്പുറം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള നന്മയെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ധർമ്മം. ഇമ്മാനുവൽ കാന്റ് പറയുന്നത് കേട്ടോ: ധർമ്മം എന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ച് ചെയ്യുന്ന ഒന്നല്ല, അത് നമ്മുടെ മനസ്സാക്ഷിയുടെ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ശബ്ദമാണ്. ഇനി മാക്സ് മുള്ളറിന്റെ ഈ ആശയം ശ്രദ്ധിക്കൂ. അദ്ദേഹം പറയുന്നത് ധർമ്മം നമ്മുടെ യുക്തിക്കും അപ്പുറത്തുള്ള ഒന്നാണെന്നാണ്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു വിളിയാണ് ധർമ്മം. അതിന്റെ ഉറവിടം നമ്മുടെ സാധാരണ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്താണ്. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഈ പറയുന്ന ആത്മീയതയും ധർമ്മവുമൊക്കെ കൊള്ളാം, പക്ഷെ ശാസ്ത്രത്തിന്റെ ലോകവുമായിട്ട് ഇതിനൊരു വൈരുദ്ധ്യമില്ലേ? ഈ പുസ്തകം ആ ചോദ്യത്തെ എങ്ങനെയാണ് നേരിടുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഗ്രന്ഥം അതിന് നൽകുന്ന ഉത്തരം വളരെ മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സർജന്റെ കത്തിക്ക് എത്ര സൂക്ഷ്മമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലേ? പക്ഷെ ആ കത്തികൊണ്ട് ഒരു ആറ്റത്തിനെ കാണാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് ശാസ്ത്രത്തിന്റെ ഉപകരണങ്ങൾ വെച്ച് ആത്മീയമായ സത്യങ്ങളെ അളക്കാൻ ശ്രമിക്കുന്നത്. അതിന് വേറെ ഉപകരണങ്ങൾ വേണം. ഇവിടെയാണ് നമ്മൾ ഈ വിശകലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരുന്നത്. ശാസ്ത്രവും ധർമ്മവും ശത്രുക്കളല്ല, മറിച്ച് ഒരേ സത്യത്തിലേക്കുള്ള രണ്ടു വഴികൾ മാത്രമാണ്. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. ധർമ്മം നമ്മുടെ ഉള്ളിലെ ലോകത്തേക്ക്, നമ്മുടെ ആത്മബലത്തിലേക്ക് നോക്കുന്നു. ശാസ്ത്രമോ? അത് പുറത്തുള്ള ഭൗതിക ലോകത്തെ, ദ്രവ്യത്തിലെ ഊർജ്ജത്തെക്കുറിച്ച് പഠിക്കുന്നു. ഒന്ന് ബോധത്തിന്റെ വഴിയാണെങ്കിൽ മറ്റൊന്ന് ദ്രവ്യത്തിന്റെ വഴിയാണ്. പക്ഷെ രണ്ടും തേടുന്നത് ഒരേ ഒരു കാര്യത്തെയാണ്: ആ പരമമായ ഊർജ്ജത്തെ, ആ ശക്തിയെ. ഇതൊരു ഗംഭീര ഉപമയാണല്ലേ? രാമനും ശിവനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, അവർ പരസ്പരം ആരാധിക്കുന്നു. പക്ഷേ അവരുടെ ഭക്തന്മാര് തമ്മിൽ ചിലപ്പോൾ തർക്കങ്ങളുണ്ടാവും. അതുപോലെയാണ് ശാസ്ത്രവും ധർമ്മവും. അവയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒന്നാണ്, പക്ഷെ അതിനെ വ്യാഖ്യാനിക്കുന്ന നമ്മളാണ് പലപ്പോഴും തർക്കങ്ങളുണ്ടാക്കുന്നത്. ഈ ലളിതമായ ഉദാഹരണം കേട്ടുനോക്കൂ. ഒരേ വീട്ടിൽ അമ്മയും മകളും ക്ഷേമത്തിനു വേണ്ടി ഉപവാസം എടുക്കുന്നു.
രണ്ടുപേരുടെയും രീതികൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ലക്ഷ്യമൊന്നല്ലേ? പിന്നെ എവിടെയാണ് പ്രശ്നം? എന്റെ വഴി ശരി, നിന്റെ വഴി തെറ്റ് എന്നു പറയുന്ന ആ ഞാനെന്ന ഭാവത്തിൽ മാത്രം. ശാസ്ത്രവും ധർമ്മവും തമ്മിലുള്ള പ്രശ്നവും പലപ്പോഴും ഇതുപോലെയാണ്. കണ്ടില്ലേ, രണ്ടും ശക്തിയുടെ രണ്ട് മുഖങ്ങളാണ്. ഗാന്ധിജിയുടെ ആത്മബലം ഒരു സാമ്രാജ്യത്തെ മുഴുവൻ മാറ്റിമറിച്ചു, അതും സമാധാനപരമായി. അതേസമയം ആറ്റത്തിന്റെ ശക്തി ഒരു നഗരത്തെ ഇല്ലാതാക്കി. ഒന്ന് ക്രിയാത്മകമായി ഉപയോഗിക്കപ്പെട്ടു, മറ്റൊന്ന് സംഹാരാത്മകമായി. പക്ഷെ രണ്ടിന്റെയും അടിസ്ഥാനം ഒരേ ഊർജമാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത് ശത്രുതയുടെയല്ല, മറിച്ച് ഒരുമയുടെ ഒരു ഭാവിയാണ്. ഈ രണ്ട് വലിയ വഴികളും മനുഷ്യന്റെ നന്മയ്ക്കായി ഒന്നിക്കുന്ന ഒരു നല്ല കാലം. H.K. ഷില്ലിങ്ങിന്റെ സയൻസ് ആൻഡ് റിലീജിയൻ എന്ന പുസ്തകത്തിലെ ഈ വാക്കുകൾ ഒരു പ്രവചനം പോലെ തോന്നുന്നില്ലേ? ശാസ്ത്രവും മതവും പരസ്പരം കൈകോർക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ചതിന്റെയെല്ലാം ഒരു ചുരുക്കം ഇതാണ്: യഥാർത്ഥ ധർമ്മം എന്നത് സന്തോഷത്തിലേക്കുള്ള സ്വാഭാവികമായ വഴിയാണ്. ശാസ്ത്രവും ധർമ്മവും ശത്രുക്കളല്ല, മറിച്ച് ഒരേ സത്യത്തെ രണ്ടു വശത്തുനിന്നും നോക്കിക്കാണുന്ന കൂട്ടുകാരാണ്. രണ്ടും അന്വേഷിക്കുന്നത് ആ ഒരേ ഒരു മഹാശക്തിയെയാണ്. ശാസ്ത്രത്തെ മാത്രം പിന്തുടർന്നാൽ നമ്മൾ ചിലപ്പോൾ വഴിതെറ്റിപ്പോകാം, ധർമ്മത്തെ മാത്രം പിന്തുടർന്നാൽ അന്ധവിശ്വാസികളാകാം. ഇവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പുരോഗതിയുടെ വഴി. അപ്പോ ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ ഉള്ളിലെ ലോകവും നമുക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചവും നിയന്ത്രിക്കുന്നത് ഒരേയൊരു മഹാശക്തിയാണെങ്കിൽ, ആ രണ്ട് ലോകങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രവും ധർമ്മവും ഒരുമിച്ചാൽ മനുഷ്യരാശിക്ക് എന്തൊക്കെ നേടാനാകും? ഒന്ന് ആലോചിച്ചു നോക്കൂ.